കൊള്ളാം, ഇത് സേവ് ചെയ്തേക്കാം. ഇതെന്തുവാടാ എന്റെ മൊബൈലിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഓരോന്നൊക്കെ വരുന്നത്? ഇതെന്തുവാടാ എന്റെ കുറെ റീലൊക്കെ ഉണ്ടല്ലോ താര. ഇതെങ്ങനെ വന്ന കുറെ മെസ്സേജുകളും ഉണ്ട്. ഇല്ലടാ, കുറെ OTP നമ്പർ ഉണ്ട്. അതുകൊണ്ട് ഇത് ഏതോ ഹാക്കറാണെന്ന് തോന്നുന്നടാ. നിന്റെ മൊബൈലിൽ ഏതോ വീഡിയോ കോൾ വരുന്നു, നോക്കി. ഇതാരാ? എടാ നീ ആരാടാ? ഞാനൊരു ഹാക്കറാണ്. ഇത് ഹാക്കറാണെന്ന്. എനിക്ക് 60 കോടി രൂപ വേണം. എടാ 60 കോടി വേണോന്ന്? എന്നാലും നമ്മളെ അക്കൗണ്ട്, നമ്മുടെ ഇൻഫോർമേഷൻ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ തരും. നമ്മളെ അക്കൗണ്ട് വരെ പോയി. അയ്യോ, ഉള്ള ടെൻഷൻ ആയില്ലടാ. നമ്മൾ എന്തേലും നോട്ടീസ് എടുത്തു നോക്കി. ഇങ്ങോട്ട് അത് കൊള്ളാലോടാ. ഡാൻസ് പാർട്ടിയുടെ അടിപൊളിയടാ. നമുക്കിനി റിലാക്സ് ചെയ്യാൻ ഇത് മതി. ആകെ ഇനിയല്ലേ ഉള്ളൊരു ആശ്വാസം. ഇതില്ലെങ്കിൽ ഇന്ന് നമുക്ക് പോവാം. അല്ല, ആ നോട്ടീസ് എടുത്തോ. ചിലപ്പോ അവരെ നമുക്ക് കാണിച്ചാലേ അകത്ത് വിടും. മതിയടാ എത്ര? US बोले KL7 നർമാദിക്കും. അവൻ തന്നെ വാ, ഫോട്ടോ നമുക്ക് എടുത്തു നോക്കാം. ഇവൻ തന്നെ അവൻ. അടിച്ചല്ലേടാ, നീ ആടല്ലേ അടിക്കാൻ? അടിക്കുമല്ലേടാ? എന്താണ് എന്റെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തിട്ട് ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയ? ഓടാ, ഇല്ല, എന്റെ മൊബൈൽ എടുത്തോണ്ട് ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടാ. നിന്റെ എടുത്തു നോക്കി എന്റെ അക്കൗണ്ട് മൊബൈലൊക്കെ മാറിയിട്ടുണ്ട്. എന്തൊരു ഇടിയോടാ മേടിച്ചത്. നിന്നെ 2 ഇടിയോടെ പോട്ടെ. എടാ അയാളെന്താ വിളിക്കണം? ഹലോ സാർ, ഞങ്ങൾ വരാം സാർ. ഓക്കെ, ശരി. സാർ, സിറ്റിയിലൊരു കൊലപാതകം. സിറ്റിയിലൊരു കൊലപാതകം. 4-5 ദിവസമായി അവര് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. എന്തായാലും പെട്ടെന്ന്, നമ്മള് പോലീസല്ലേ, വാ പെട്ടെന്ന്. നമ്മളെന്തേലും മറ്റേ കമ്മീഷണറെ വിളിച്ച്. ഹലോ സാർ, നിന്റെ തരാന്ന് പറഞ്ഞു. ഹലോ സാർ, പിന്നെ ഇത് ഫുൾ അരികിയ രീതിയിലാ സാർ. ഇതിനെന്തെങ്കിലും ചെയ്യാൻ മാർഗമുണ്ടോ? ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയാലല്ലേ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് പോകാനുള്ള എല്ലാം ഇത് ഒരുക്കിയിട്ടുണ്ട്. ഓ ശരി സാർ. ഇത് പോസ്റ്റ്മോർട്ടത്തിന് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ടല്ലേ. അപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് നടത്തണമെന്ന് ഏർപ്പാടൊക്കെ ചെയ്യുന്നു. ഇപ്പൊ അവിടുന്ന് എനിക്ക് ഇൻഫോർമേഷൻ കിട്ടി. എന്നാ പെട്ടെന്നാവാം. പെട്ടെന്നാവും. ഇപ്പൊ നമുക്ക് കടയിൽ പോയാലും കഴിക്കുക. ഒന്നും കഴിച്ചില്ല രാവിലെ. പിന്നെ എനിക്ക് അവിടുന്ന് ഫോണ് കിട്ടി.
ആ ഇത് അയാളുടെ അല്ലേ? അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മറ്റേ ഹാക്കറിനെ വിളിച്ചാലാ? അവനാകുമ്പോ എല്ലാം അറിയാല്ലേ. ആ എന്നാ നമുക്ക് അവന്റെ അടുത്ത് ചോദിക്കാം. നമ്പർ ഞാൻ ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഇടിയൊക്കെ കൊടുത്തല്ലേടാ അവൻ വരുവോ? അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും, അപ്പൊ അവൻ വരുമായിരിക്കും. എടാ ഹലോ ആക്കറ, നിന്റെ സഹായം ഒന്ന് വേണം, പെട്ടെന്ന് എത്തണം കേട്ടോ. ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. എടാ എന്താ വിളിച്ചെന്നെ? ഞങ്ങൾ സിറ്റിയിലെ ഒരു കൊലപാതകം നടന്നായിരുന്നു. അപ്പൊ ബോഡിയൊക്കെ കിട്ടിയായിരുന്നു. എന്നിട്ട് അയാളുടെ ഇതിന്റെ കിട്ടിയതായി ഫോണ്. അപ്പോഴത്തേക്ക് നീ ഇതൊന്ന് ഹാക്ക് ചെയ്ത് കൊലപാതകിയുടെ നമ്പരോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോന്നൊന്ന് നോക്കൂ. കിട്ടിയാ? കിട്ടി. അവന്റെ ലൊക്കേഷൻ കിട്ടി, നമ്പരും കിട്ടി. ആ നമുക്കെന്താ എന്നാ ഞാനെന്റെ കൂട്ടുകാരനെ വിളിച്ച് പറയട്ടെ. ആ ശരി, എന്നാ വിളിച്ചു പറ. ആ ഇതിന്റെ അകത്ത് എന്റെ കൂട്ടുകാരന്റെ നമ്പർ ഡയൽ. ആ ഹലോടാ. ആ നമ്മള് അന്വേഷിച്ചായിരുന്ന കൊലപാതകി നമ്മുടെ ഹാക്കർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച്. ആ അവന്റെ നമ്പരും ഡീറ്റെയിൽസും എല്ലാം കണ്ടുപിടിച്ച്. ഓക്കെ. എടാ എന്താടാ എന്നെ വിളിച്ച? അവനെ കിട്ടിയാ? ഹാക്കർ സിറ്റിയിൽ നടന്ന കൊലപാതകി നമ്പറും ഡീറ്റെയിൽസും എല്ലാം കണ്ടുപിടിച്ച്. എല്ലാം കിട്ടി. എന്നിട്ട് അവനെന്ത് ചെയ്യും? അവനെ നമ്മൾ പോയി കണ്ടുപിടിക്കണം. അല്ല ഹാക്കറാ? ഹാക്കർ അവന്റെ വീട്ടിൽ പോയത്. അവന്റെ ലൊക്കേഷനും എല്ലാം തന്നിട്ടാ അവൻ പോയത്. എനിക്ക് നമുക്ക് പോവാം. US പോലെ KL7 അർമാദിക്കും.